മാനം ആൾക്കാർക്കും അറിയാൻ കഴിയാത്ത ബൈബിളിൽ മറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള അതിപ്രധാനമായ 7 വലിയ രഹസ്യങ്ങളാണ് ഇന്നത്തെ പ്രവചനദൂതിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തരുന്നത്. എല്ലാവർക്കും ഇന്നത്തെ പ്രവചനദൂതിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ചിലപ്പോൾ തോന്നാറില്ലേ, എന്തോ ഒരു കീ എൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഒരു അത്ഭുതത്തിൻ്റെ താക്കോൽ, എന്തോ ഒരു ആത്മലോകത്തെ ഒരു രഹസ്യം എനിക്കിനിയും എൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സംശയം ദൈവസന്നിധിയിൽ നന്നായി പ്രാർത്ഥിക്കുന്ന പലരെയും അലട്ടുന്ന ഒന്നാണ്. ദൈവവചനം പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകന് ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുവാൻ 21 ദിവസം കാത്തിരിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണത്? മാത്രമല്ല, യാക്കോബ് എന്ന ദേവദാസൻ ഒരു രാത്രി മുഴുവൻ ഒരു അദൃശ്യ ശക്തിയോട് മല്ലിട്ടതായിട്ട് നമ്മൾ കാണുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? യേശു പറഞ്ഞിട്ടില്ലേ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. ബൈബിൾ പ്രാർത്ഥനയെക്കുറിച്ച് ആഴമേറിയ മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു. ഇത് അന്ധവിശ്വാസമോ മാജിക്കോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനത്തിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ആത്മീക യാഥാർത്ഥ്യങ്ങളാണ്. ഇന്ന് നമ്മൾ ആ 7 രഹസ്യങ്ങളിലേക്കാണ് കടന്നു പോകുന്നത്. നിങ്ങൾ അറിയേണ്ട പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ രഹസ്യം, അത് അദൃശ്യമായൊരു യുദ്ധമാണ് എന്നുള്ളതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം ഉടനെ വരാത്തത് ദൈവം കേൾക്കാഞ്ഞിട്ടല്ല എന്ന് ദാനിയേലിൻ്റെ ജീവിതം നമ്മെ വരച്ച് കാണിക്കുന്നു. ദൂതൻ വന്നിട്ട്, ഗബ്രിയേൽ മാലാഖ വന്നിട്ട് ദാനിയേലിനോട് പറയുന്നുണ്ട്, നിൻ്റെ പ്രാർത്ഥനയുടെ ആദ്യ ദിവസം തന്നെ ഞാൻ പുറപ്പെട്ടിരുന്നു, എന്നാൽ പാർസ്യ രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു എന്ന്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിലാണ് നമ്മൾ ഈ ഒരു പ്രസ്താവന കാണുന്നത്. അതായത് ദൂതൻ ആദ്യത്തെ ദിവസം തന്നെ യാത്ര പുറപ്പെട്ടിരുന്നു, എന്നാൽ ആത്മീകമായ വലിയൊരു എതിർപ്പ് തനിക്ക് വഴിയിൽ നേരിടേണ്ടതായിട്ട് വന്നു. ഇന്നത് മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നമ്മളോട് പറയുന്നത് നമുക്കും പോരാട്ടമുണ്ടെന്ന് തന്നെയാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അദൃശ്യ ലോകത്ത് നമ്മുടെ പ്രാർത്ഥനയുടെയും അനുഗ്രഹങ്ങളുടെയും കടന്നുവരവുകൾക്കെതിരെ പോരാടുന്ന ഒരു ദുഷ്ടാത്മസേനകൾ തന്നെയുണ്ട്. അവരോടാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ യുദ്ധങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് ആ രഹസ്യം. ചിലപ്പോൾ ഉത്തരങ്ങൾ നമുക്ക് കിട്ടാതെ പോകുന്നത് നമ്മുടെ വിശ്വാസക്കുറവ് കൊണ്ടല്ല, മറിച്ച് അദൃശ്യമായൊരു പോരാട്ടം ആത്മമണ്ഡലത്തിൽ നടക്കുന്നത് കൊണ്ടാണ്. ഇവിടെ നമുക്ക് വേണ്ടത് പേടിയല്ല, ഇവിടെ നമുക്ക് വേണ്ടത് മനസ്സ് മടുത്തു പോകുന്നൊരു സാഹചര്യമല്ല, മറിച്ച് സ്ഥിരതയാണ് നമുക്കുണ്ടാകേണ്ടത്. തുടർച്ചയായി മടുത്തു പോകാത്തൊരു പ്രാർത്ഥന നമുക്കുണ്ടാകണമെന്ന് യേശു പലപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു യുദ്ധമാണെങ്കിൽ പാതി കിട്ടിട്ട് പോകാതെ മറുപടി കിട്ടുവോളം പൊരുതുന്ന ഒരു ദൈവമനുഷ്യനായി തുടരുവാൻ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ രഹസ്യം, ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു ഗിയറാണെന്നുള്ളതാണ്. അത് ഗിയർ കൂട്ടുകയാണ്, മുന്നോട്ടേക്ക് നമ്മുടെ വേഗത വർദ്ധിപ്പിക്കുകയാണ്. ശിഷ്യന്മാർ ഒരിക്കൽ തങ്ങൾക്ക് സാധിക്കാതിരുന്നൊരു കാര്യവും യേശു ചെയ്തപ്പോൾ അവർ ചോദിച്ചു, യേശുവേ, എന്തുകൊണ്ടാണ് ഗുരുവേ ഞങ്ങൾക്ക് ഈ കാര്യം സാധിക്കാഞ്ഞത്? അപ്പോൾ യേശു അവരോട് പറഞ്ഞ ഒരു മറുപടി നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ധ്യാനിക്കേണ്ടതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ യേശു ആ മറുപടി തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഉപവാസത്താലും പ്രാർത്ഥനയാലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. അതായത് ചില ആത്മീക ബന്ധനങ്ങൾ, ചില പ്രതിസന്ധികൾ അത് വെറും പ്രാർത്ഥന കൊണ്ട് മാത്രം തീരില്ല. ശരീരത്തെ താഴ്ത്തി നമ്മൾ ആഹാരം ത്യജിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മീയ തീവ്രത ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഉപവാസം എന്താണെന്ന്. അത് വെറും ആഹാരം ഉപേക്ഷിക്കലല്ല, അനീതിയുടെ ബന്ധനങ്ങളെ അഴിച്ചു കളയലാണ്. അന്യായ ബന്ധനങ്ങളെ പൊട്ടിച്ചു കളയുന്നത് തന്നെയാണ് കർത്താവിന് പ്രസാദമുള്ള ഉപവാസം. അതുകൊണ്ട് ഉപവസിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആഹാരം വെടിഞ്ഞ് ഇത്ര സമയം ഞാൻ
നിരാഹാരമെന്ന പോലെ ആയിരുന്നു എന്നുള്ളതല്ല. നീ ആഹാരം വെടിയുന്ന ദിവസങ്ങളിൽ ദൈവവൈതലേ, അതിപ്രധാനമായൊരു ആത്മീക പോരാട്ടത്തിൽ കടന്നു കയറാനും ചില ബന്ധനങ്ങളെ, ചങ്ങലകളെ പൊട്ടിച്ചു കളയാനും നിനക്ക് സാധിച്ചു എന്നുള്ളതായ സാക്ഷ്യം നിനക്ക് പറയാൻ കഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഉപവാസം എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ രണ്ടാം രഹസ്യം എല്ലാവരും ആത്മാവിൽ ജാഗ്രതയോടുകൂടെ ഏറ്റെടുത്തുകൊള്ളുക. കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങളായി ആയിരക്കണക്കിന് ദൈവമക്കളാണ് നമ്മുടെ പ്രവചന ദൂത് കണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. നിങ്ങൾക്ക് പലർക്കും അത് ചെയ്യാൻ സാധിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയുണ്ടായി. പെട്ടെന്ന് ഞാൻ കാര്യത്തിലേക്ക് വരട്ടെ. മൂന്നാമത്തെ രഹസ്യം, പ്രാർത്ഥനയിലെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്ന അതിപ്രധാനമായ മൂന്നാം രഹസ്യം എന്ന് പറയുന്നത് യോജിപ്പിൻ്റെ ശക്തിയാണ്. യൂണിറ്റിയുടെ പവറാണത്. അതായത് നിങ്ങളിൽ 2 പേർ ഈ ഭൂമിയിൽ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതെന്തും സ്വർഗസ്ഥനായ പിതാവെങ്കിൽ നിന്നത് അവർക്ക് ലഭ്യമാകുന്ന നിലയിൽ അവിടുന്ന് നൽകിത്തരാമെന്ന് യേശു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് മത്തായി 18:19. അപ്പോൾ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും കിട്ടാത്തൊരു ശക്തി കൂട്ടായ്മയിലെ പ്രാർത്ഥനയ്ക്കുണ്ട് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് കൂട്ടായ്മകൾക്ക് പോകേണ്ടത്? കുടുംബ പ്രാർത്ഥനകൾക്ക്, വീട്ടുപ്രാർത്ഥനകൾക്ക്, സഭയിലെ മറ്റ് കൂട്ടായ്മകൾക്ക്, വിശുദ്ധ ആരാധനയ്ക്ക്, സഭ സംഘടിപ്പിക്കുന്ന ഉപവാസ പ്രാർത്ഥനകൾക്ക് എന്തുകൊണ്ടൊരു ദൈവപൈതൽ പോകണം? ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് നേടാത്ത പല കാര്യങ്ങളും കൂട്ടായ്മയുടെ പ്രാർത്ഥനയുടെ നടുവിലാണ് സംഭവിക്കുന്നത് എന്ന് ഈ തിരുവചനം നമ്മളോട് പറയുന്നു. അതുകൊണ്ടാണ് പ്രാരംഭമായിരുന്ന കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനയുടെ ശക്തി ആദിമസഭ വളരെ ശക്തമായി ഉയർത്തിപ്പിടിച്ചതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നത്. സഭയുടെ വളർച്ചയുടെ പ്രാരംഭ ദശകളിൽ അവർ വളരെ പ്രാർത്ഥനയുടെ പോരാട്ടം കഴിച്ചിരുന്നു. ഒരു സംഭവം പെട്ടെന്ന് ഞാൻ നിങ്ങളെ പറയട്ടെ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലെ അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ്ലീഹ ജയിലിൽ കിടക്കുകയാണ്. നേരം വെളുക്കുമ്പോൾ പത്രോസിനെ വകവരുത്തുവാൻ ഹെരോദാവ് വാളിന് മൂർച്ച കൂട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷേ സഭ എന്ത് ചെയ്തു? വളരെ ശക്തമായിട്ട് ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. ഒരാളല്ല, സഭ പ്രാർത്ഥിച്ചു എന്നാണ്. അവിടെ കൂട്ടായ്മയുടെ പവറാണ് വരുന്നത്. ദൈവമക്കളെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഹെരോദാവ് രാഗി മിനുക്കി വെച്ച വാളിനേക്കാളും സഭയുടെ പ്രാർത്ഥനയ്ക്ക് മൂർച്ചയുണ്ടായിരുന്നു. ഹെരോദാവിൻ്റെ വാളിനേക്കാളും ദൈവസഭയുടെ കൂട്ടായ്മയുടെ മൂർച്ചയുടെ മുമ്പിൽ രാജാവിൻ്റെ ജീവനാണ് പോയത്. അഭിഷക്തനായ പത്രോസ് പുറത്തു വരികയാണ് ചെയ്തത്. അപ്പോൾ അദൃശ്യമണ്ഡലത്തിൽ കൂട്ടായ്മയുടെ പ്രാർത്ഥന ഒരു വാളായിട്ടാണ് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഈ ദൈവാലോചന കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ 1-2 പേരാണെങ്കിൽ കൂടിയും പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുന്ന ഒരു സമീപനം ശക്തമായൊരു ദൈവരാജ്യത്തിലെ മാരകായുധമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി അത് ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന അതിപ്രധാനമായിരിക്കുന്ന 4ാമത്തെ രഹസ്യം വാക്കുകൾക്കപ്പുറമുള്ളൊരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ എന്ത് പ്രാർത്ഥിക്കണമെന്നറിയാതെ നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ നിശബ്ദമായിട്ടിരിക്കാറുണ്ട്. ധന്യനായ പൗലോസ്ലീഹ വിശുദ്ധ റോമാലേഖനത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് നമ്മളോട് വളരെ സവിസ്തരമായിട്ട് സംസാരിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല. ആത്മാവധാനം ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം കഴിക്കുന്നുവെന്ന്. അതായത് വാക്കുകളില്ലാതെ പോലും ആത്മാവ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടപെടുന്നു എന്നത് അത്ഭുതകരമായ ഒരു ആശ്വാസമാണ്. കർത്താവിൻ്റെ ദാസനായ അപ്പോസ്തലനായിരിക്കുന്ന യൂദ ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന്. ഒരു ചെറിയ ലേഖനമാണ് യൂദയുടെ പുസ്തകം. അതിൽ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആത്മാവിൽ പ്രാർത്ഥിക്കുക. പലപ്പോഴും ദൈവസന്നിധിയിൽ നിശബ്ദമായിട്ട് നിനക്ക് ഇരിക്കാൻ കഴിയുമ്പോൾ വാക്കുകൾക്കപ്പുറത്ത് ദൈവസന്നിധിയിലുള്ള ഒരു ജാഗരണത്തിൻ്റെ, ധ്യാനത്തിൻ്റെ മൗനാവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കടത്തിവിടും. ആ കടത്തിവിടുമ്പോൾ വാഗ്ധോരണികൾ പലപ്പോഴും വരുന്നില്ല എന്ന് കരുതി, ശബ്ദമുണ്ടാക്കി പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് കരുതി ദൈവപൈതലേ, ദൈവസന്നിധിയിലിരിക്കുന്ന നിൻ്റെ സമയം ഒരു മണ്ടത്തരമാണ്, നേരം പോക്കാണെന്ന് ഒരിക്കലും നീ കരുതരുത്. അവിടെ നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തെ ഞരക്കം ഇടിമുഴക്കങ്ങളെക്കാൾ വലിയ ശബ്ദത്തിൽ ആത്മലോകത്ത് പ്രതിഫലിക്കുന്നുണ്ട് എന്ന് കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞിന്ന് രാവിലെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു. അപ്പോൾ വാക്കുകൾക്കപ്പുറമുള്ളതായൊരു ശക്തി നിൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഈ ദിവസങ്ങളിലുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥനയെക്കുറിച്ച് വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഒരു രഹസ്യം, പ്രാർത്ഥനയുടെ 5-ാം രഹസ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് അടഞ്ഞ വാതിലിൻ്റെ ഒരു തത്വമാണ്. അതായത് പ്രാർത്ഥനയൊരു പ്രദർശനമല്ല എന്ന് യേശു വ്യക്തമായി തന്നെ പഠിപ്പിച്ചു.
നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടയ്ക്കുക, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പറയുന്നൊരു വാക്കാണ്. അതായത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അല്ലാതെ, ആരും അറിയാതെ ദൈവത്തോട് മാത്രം സംസാരിക്കുന്ന ഒരു രഹസ്യ ഇടം എല്ലാവർക്കും വേണമെന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന തത്വം. അതായത് അവിടെ നടക്കുന്നത് ദൈവവും നിങ്ങളും തമ്മിലുള്ള കാര്യമാണ്, മറ്റാരും അതറിയാൻ പാടില്ല. ആ നിലയിൽ അതിതീവ്രമായൊരു രഹസ്യ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ കിടപ്പറ പോലെ നമുക്ക് ഏറ്റവും ദൈവവുമായൊരു ഇൻറ്റിമസി ഉള്ള ഒരു വ്യക്തിഗതമായിരിക്കുന്ന ഒരു സ്പേസ് നമ്മുടെ ജീവിതത്തിൽ, ഒരു രഹസ്യാത്മകത, അടഞ്ഞ വാതിലിൻ്റെ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട തത്വമായിട്ടാണ് യേശു പഠിപ്പിച്ചത്. ദൈവമക്കളെ, പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ 6-ാം രഹസ്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഇത് അധികം ആരും പറയാൻ ഇഷ്ടപ്പെടാത്തൊരു സത്യമാണ്, പക്ഷേ എനിക്കിത് പറഞ്ഞേ മതിയാകുകയുള്ളൂ. പലപ്പോഴും പലരും പറയാറുണ്ട്, പാസ്റ്ററെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒന്നും സാധിക്കുന്നില്ല എന്ന്. ദൈവമക്കളെ, പ്രാർത്ഥന ഫലിക്കാതെ പോകുന്നതിനൊരു കാരണമുണ്ട്. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ യഹോവ കേൾക്കിയില്ലായിരുന്നു. അതായത് സങ്കീർത്തനങ്ങൾ 66:18 നമ്മൾ ഈ ദൈവവചനം വായിക്കുന്നത്. അതായത് നിങ്ങൾ യാചിച്ചിട്ടും ലഭിക്കുന്നില്ല, അത് നിങ്ങളുടെ ഭോഗാഗ്രഹങ്ങളിൽ ചെലവിടേണ്ടതിന് തെറ്റായി യാചിക്കുന്നത് നിമിത്തമാകുന്നുവെന്ന് യാക്കോബ് അപ്പോസ്തലൻ 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ശരിയല്ലാത്ത ഉദ്ദേശങ്ങൾ, പലപ്പോഴും ക്ഷമിക്കാൻ കഴിയാത്തൊരു മനസ്സ്, ഇതൊക്കെ പ്രാർത്ഥനയുടെ വഴി തടയുമെന്ന് തിരുവെഴുത്ത് വ്യക്തമായി തന്നെ പറയുകയാണ്. ഇത് ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, വിട്ടുകളയാനുള്ള കാര്യങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ട്, മാനസാന്തരപ്പെടേണ്ട മേഖലകളിൽ മാനസാന്തരപ്പെട്ടുകൊണ്ട് ഒരാത്മപരിശോധന നടത്തി ദൈവകൃപയിലേക്ക് മടങ്ങി വരുവാനാണ് പരിശുദ്ധാത്മാവ് ഒരു ക്ഷണമെന്ന നിലയിൽ ഇത് നമുക്ക് നൽകിത്തരുന്നത്. ഹൃദയത്തിലെ അകൃത്യങ്ങളെ മൂടിവെക്കാതെ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. കർത്താവിൻ്റെ മക്കളെ, ഈ ഒരു സീരീസിൽ നിങ്ങളോട് പറയാനുള്ള പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായിരിക്കുന്ന 7-ാം രഹസ്യമെന്ന് പറയുന്നത്, അതൊരു ദ്വന്ദ്വയുദ്ധത്തിൻ്റെ മല്ല പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഏറ്റവും നിഗൂഢമായൊരു സംഭവമാണ് ഉൽപ്പത്തിയിലെ യാക്കോബിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. യാക്കോബ് എല്ലാവരെയും അക്കരെ കടത്തിയ ശേഷം നദിയുടെ ഇക്കരെ യാബോക്കിൻ്റെ കടവിൽ താൻ ഒറ്റയ്ക്ക് ശേഷിച്ചു. അവിടെ ഒരു പുരുഷൻ പുലരുവോളം അവനോട് മല്ല് പിടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് ആ തന്നോട് മല്ല് പിടിക്കുന്ന വ്യക്തിയോട് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. അതായത് ചിലപ്പോൾ പ്രാർത്ഥനയെന്ന് പറയുന്നത് കേവലം ഒരു മൃദുവായ സംസാരമല്ല, ഹൃദ്യമായൊരു കൊഞ്ചലോ കുഴയലോ ആ നിലയിലുള്ള കേവലം ഇൻറ്റിമസിയുടെ തലം മാത്രമല്ല, പലപ്പോഴും അതൊരു പിടിച്ചു നിൽക്കലാണ്. വിടാതെ ദൈവത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരു നിശ്ചയദാർഢ്യമാണത്. യാക്കോബ് ആ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ പിടി കഴിഞ്ഞ ശേഷം അദ്ദേഹം ഇസ്രായേൽ, അതായത് ദൈവത്തോട് പോരാടി ജയിച്ചവൻ എന്നുള്ള നിലയിൽ അയാളുടെ പേരിനെ തന്നെ ദൈവം മാറ്റിക്കളഞ്ഞു. ചില അനുഗ്രഹങ്ങൾ വരുന്നത് നാം വിടാതെ പിടിച്ചു നിൽക്കുമ്പോഴാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നും വിടാതെ പിടിച്ച് പ്രാർത്ഥിക്കണമെന്നുമുള്ള 2 വാക്കുകൾക്കിടയിൽ ഇന്നത്തെ ഈ ഒരു 7 രഹസ്യങ്ങളെ ക്രോഡീകരിച്ച് ഉപസംഹരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമ്മളിന്ന് കണ്ട 7 പ്രധാനപ്പെട്ട പ്രാർത്ഥനയെക്കുറിച്ചുള്ള രഹസ്യങ്ങളിൽ ഒന്നാമത്തേത്, ഇതൊരു അദൃശ്യ യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളോട് സ്ഥിരത ആവശ്യപ്പെടുകയാണ്. പ്രാർത്ഥന നീ വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്നവനാകരുത്, സ്ഥിരമായി പ്രാർത്ഥിക്കുന്നവനാകണം. 2-ാമത്തെ കാര്യം, നിൻ്റെ ആത്മീക തീവ്രത റൈസ് ചെയ്യാൻ കർത്താവിൻ്റെ പൈതലെ നീ ദൈവസന്നിധിയിൽ ഉപവസിക്കണം. ഭക്ഷണം വെടിഞ്ഞിരുന്നാൽ പോരാ, നുകത്തിൻ്റെ അമിക്കയറുകളെ പൊട്ടിക്കുവാൻ, അന്യായ ബന്ധനങ്ങളെ അഴിക്കാൻ നിനക്ക് കഴിയണം. ഹല്ലേലൂയ. 3-ാമത്തേത് യോജിപ്പിൻ്റെ ശക്തിയാണ് കണ്ടത്, കൂട്ടായ്മയുടെ പവർ. കുടുംബാംഗങ്ങൾ തമ്മിലും സഭാംഗങ്ങൾ തമ്മിലുമുള്ള സ്നേഹകൂട്ടായ്മ മൂർച്ചയുള്ള രാജാക്കന്മാരുടെ വാളുകളേക്കാൾ മൂർച്ചയുള്ള ആയുധങ്ങളാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിലെ സംഭവങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. 4-ാമത് നമ്മൾ പഠിച്ചത് ആത്മാവിലെ പ്രാർത്ഥന വാക്കുകൾക്കപ്പുറമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നിൻ്റെ നിശബ്ദതയും ശക്തിയുള്ള പ്രാർത്ഥനയായി തന്നെ വെളിപ്പെടുന്നു. 5-ാമത്തെ കാര്യം, നിനക്കൊരു ഒരു രഹസ്യാത്മകത പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടാകണം. വാതിലടച്ച് പ്രാർത്ഥിക്കുക എന്ന് യേശു പറഞ്ഞത് ഒരു രഹസ്യാത്മകതയാണ്. 6-ാമത്തെ കാര്യം, തടസ്സങ്ങൾ നീങ്ങണമെങ്കിൽ ഹൃദയത്തിന് സംശുദ്ധി ഉണ്ടാകണം.
ഉള്ളിൽ അകൃത്യം കരുതിക്കൊണ്ട് വലിയ കാര്യങ്ങളെ തൊടാൻ പോകരുത്. നടക്കില്ല, സമയം പോകുകയുള്ളൂ. അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിലെ കറകളെ കഴുകി പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ വ്യക്തമായ മറുപടികളുടെ വേഗതകൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഏഴാമത്തേത്, വിട്ടുകൊടുക്കാതെ പ്രാർത്ഥനയിൽ വിടാതെ പിടിച്ചു നിൽക്കുന്ന ഒരു മല്ലയുദ്ധത്തിൻ്റെ അവസ്ഥ. ദൈവമക്കളെ, ഈ 7 കാര്യങ്ങൾ ഇതൊന്നും ഒരു മാജിക് ഫോർമുലകളല്ല, മറിച്ച് ദൈവവുമായുള്ള ആഴമേറിയ ബന്ധത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. ഈ പറയപ്പെട്ട ഈ 7 കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മക്കളെ, ഇന്നത്തെ ഈ ദിവസം നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് നിന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നൊരു വാക്കുമായിട്ടാണ് കടന്നു വന്നേക്കുന്നത്. ഈ ദൈവിക ദൂതിനകത്ത് ദൈവാത്മാവ് നിന്നെ ഉദ്ദേശിക്കുന്ന പാന്താവിലേക്ക് വളർത്താൻ തുടങ്ങുമ്പോൾ, കർത്താവെ, ആ വലിയ ദൗത്യത്തിനായിട്ട് എൻ്റെ കുടുംബത്തിൽ ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മറുപടികൾ കണ്ടെത്തുവാൻ ഞാൻ എന്നെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നുള്ളതായ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവകരങ്ങളിലായിരിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ വിലപ്പെട്ട വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച വിലയേറിയ ദൈവിക ആലോചനകൾക്കായി നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഈ വലിയ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് ഇത് ബലവും ധൈര്യവും ജീവനുമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ശുശ്രൂഷ കണ്ട് ഈ പ്രാർത്ഥനാ നിയോഗത്തിനോട് ചേരുന്ന എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണം. സമൃദ്ധമായ കൃപയും വരങ്ങളും എല്ലാവരുടെ മേലും ചൊരിയണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മയ്ക്കാക്കി അവിടുന്ന് തീർക്കണം. പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് പകൽ അതിശയ വാതിലുകൾ തുറക്കണം. ദുരാത്മ മണ്ഡലങ്ങൾ വെട്ടിമാറ്റപ്പെടണം. വിടുതലൊരുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ച കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള പ്രധാനമന്ത്രി ജൻ ഔഷധിയുടെ മുകളിലുള്ള ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയിൽ വെച്ച് അനുഗ്രഹീതമായ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്നു. അതുകൂടാതെ ഈ ആഴ്ച പ്രത്യേകമായൊരു വിടുതൽ ശുശ്രൂഷ നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. അത് ഒരുപാട് പേർക്കില്ല, കേവലം 30 പേർക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങളത് ഒരുക്കുന്നത്. നിങ്ങളുടെ ഭാരമേറിയ വിഷയങ്ങളുടെ മേൽ പ്രത്യേകമായൊരു ആത്മീകമായ കരുതലും ജാഗ്രതയും പുലർത്തി പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന, ആത്മീക ജീവിതത്തിൽ വളർന്നു വരുവാൻ നിങ്ങൾക്ക് കൈത്താങ്ങലാകുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയായിട്ടാണ് ഞങ്ങളത് ക്രമീകരിക്കുന്നത്. അതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്യണം. കൂടാതെ ഈ വരുന്ന ഞായറാഴ്ച കോട്ടയത്ത് രാവിലെ ആത്മീക ആരാധനയുണ്ട്. 9 മണി മുതലാണ് ഇപ്പോൾ ആരാധന ആരംഭിക്കുന്നത്. നിങ്ങളത് മറക്കരുത്. 8:30 ആരാധന സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 9 മണിയോടുകൂടി എങ്കിലും നിങ്ങളവിടെ എത്താൻ ശ്രമിക്കണം. ദൂരെ നിന്ന് വരുന്നവരൊക്കെ ഇതൊന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക. കൂടാതെ ഉച്ച കഴിഞ്ഞ് അനുഗ്രഹീതമായ നമ്മുടെ സഭയുടെ ആരാധന എറണാകുളം ടൗണിൽ നമ്മളുടെ ചിറ്റൂർ റോഡിലുള്ള YMCA ഹാളിൽ വെച്ച് നടക്കുകയാണ്. വൈകുന്നേരം 4 മണി മുതൽ നടക്കുന്ന ആ പ്രസ്തുത ശുശ്രൂഷയിലേക്കും എല്ലാ ദൈവമക്കളെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വലിയവനായ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. യേശു വരാറായി. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.